മുഴുവൻ വ്യക്തികളെയും വിട്ടു നൽകിയില്ലെങ്കിൽ ഗാസയെ നരകമാക്കുമെന്നും യുദ്ധം വീണ്ടും ആരംഭിക്കുമെന്നും ഗാസയിൽ നിന്ന് 25 ലക്ഷത്തോളം ആളുകളെ നിർബന്ധിച്ച് പുറത്താക്കുമെന്നൊക്കെ ചില ലോകശക്തികൾ ഉന്നയിച്ചിരുന്നു. ഹമാസ് എന്ന ചെറിയ ഗ്രൂപ്പിനെ ഭയപ്പെടുത്താനാണ് ഈ നീക്കം എന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യവുമാണ്. എന്നാൽ ആ ചെറിയ ഗ്രൂപ്പ് ഭയപ്പെടാതെ നേർക്കുനേർ നിന്ന് വെല്ലുവിളിച്ചപ്പോൾ ലോകശക്തികൾ ഭീഷണി പരിപാടി അവസാനിപ്പിച്ച മട്ടാണ്. ഇസ്രയേൽ ഗാസയെ സമ്പൂർണ്ണമായി സൈനിക വിമുക്തമാക്കണമെന്ന ആശയവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇതിനു മുൻപ് വരെയും ഇസ്രയേൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങൾ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിന് പോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഉറപ്പാക്കണമെന്നായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബന്ദികളെ അപമാനിക്കുന്ന തരത്തിൽ വിട്ടയക്കരുത് എന്നായിരുന്നു. അതായത് ഹമാസിന്റെ ശക്തി പ്രകടനം നടത്തരുത് എന്ന്. മറ്റൊന്ന്, ഇനിയും വെല്ലുവിളി തുടരുകയാണെങ്കിൽ പലസ്തീൻ തടവുകാരെ വിട്ടയക്കില്ല എന്നും കൂടാതെ സൈനികരെ ഗാസയിൽ നിന്ന് പിന്മാറില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇസ്രയേൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിനെതിരെ ഹമാസ് വെല്ലുവിളി ഏറ്റെടുക്കുന്നതും ഇറാൻ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല എന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്തതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ഇസ്രയേൽ തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിലേക്ക് ആക്രമണം കടുപ്പിക്കുകയും ഗാസയിലേക്കും വെടിവെപ്പുകൾ ഉണ്ടാവുകയും അതിന് കാരണമായി ഇസ്രയേൽ ചൂണ്ടിക്കാട്ടുന്നത് ഹമാസ് തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നു, ഹമാസ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു, ഹമാസിന്റെ വാഹന വ്യൂഹം ഗാസയിൽ ഉടനീളം സഞ്ചരിക്കുന്നു എന്നിവയായിരുന്നു. എന്നാൽ അഭയാർത്ഥികൾക്ക് വെള്ളമെടുക്കാനുള്ള കിണർ കുഴിക്കുകയും വീടില്ലാത്ത അഭയാർത്ഥികൾക്ക് താൽക്കാലിക ഭവനം ഒരുക്കലും അതുപോലെ രോഗം ബാധിച്ചവരെ അതുവഴി വാഹനത്തിൽ കൊണ്ടുപോകുന്നതുമൊക്കെ ആയിരുന്നു ഇസ്രയേൽ സൈന്യം ഹമാസിന്റെ ആണ് എന്ന് പറഞ്ഞ് ഭയന്ന് വിറച്ച് വെടിനിർത്തൽ കരാർ ലംഘിച്ച് വെടിവെച്ചത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഗാസയിൽ എന്ത് നടന്നാലും അത് ഹമാസ് ചെയ്യുന്നത് തന്നെയാണെന്ന് പറഞ്ഞ് ഭീതി ഉണ്ടാക്കുക, ആ ഭീതിയിൽ നിന്ന് വെടി ഉതിർക്കുക തുടങ്ങിയവയായിരുന്നു ഇസ്രയേൽ സൈന്യം അവിടെ ചെയ്തത്. എന്തായാലും അങ്ങനെ വെടിനിർത്തൽ കരാർ ഇസ്രയേൽ ലംഘിച്ചപ്പോൾ ഇനിയും ഇത് ലംഘിക്കുകയാണെങ്കിൽ ബന്ദികളെ വിട്ടു നൽകില്ല എന്ന തീരുമാനവും എടുത്തു. ആ സമയത്തായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ എൻട്രി. ബന്ദികളെ എല്ലാം വിട്ടു നൽകിയില്ലെങ്കിൽ ഗാസ നരകമാകുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ആദ്യം ഹമാസ് കത്തിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഹമാസ് അതിൽ കുലുങ്ങിയില്ല. എത്രത്തോളം അമേരിക്ക ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ഭയപ്പെടാതെ ആ വെല്ലുവിളി ധൈര്യത്തോടെ സ്വീകരിച്ച ഹമാസിനെ ആയിരുന്നു നാം കണ്ടത്. ഇതോടുകൂടി അമേരിക്ക പൊളിഞ്ഞടിയുകയായിരുന്നു. ട്രംപിന്റെ വീരവാദവും വെല്ലുവിളിയും എങ്ങും എത്താതെ പോവുകയും ചെയ്തു. ലോകശക്തിയാണെന്ന് പറഞ്ഞ് പശ്ചിമേഷ്യയിൽ കയറി നിരങ്ങിയതായിരുന്നു അമേരിക്ക. എന്നാൽ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കാത്ത പല തരത്തിലുമുള്ള അധിനിവേശം നടത്തിയിട്ടുള്ളതാണ് അമേരിക്ക. ചിലതൊക്കെ തീവ്രവാദത്തെ ഇല്ലാതാക്കാനുള്ളതായിരുന്നു, അതൊക്കെ പ്രശംസയും നേടിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് എന്തും ചെയ്യാവുന്ന പശ്ചിമേഷ്യയെ പെട്ടെന്നായിരുന്നു ഹമാസിന്റെ നീക്കത്തിലൂടെ ആ ഒരു കാര്യത്തിന് മാറ്റം വരുത്തിയത്. അതിലൂടെ തന്നെ അമേരിക്കയുടെ ഭീഷണികൾ എല്ലാം തന്നെ ഇല്ലാതാക്കാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ പറയുന്നത് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ്. 16 മാസത്തിനിപ്പുറം ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ പല വിധത്തിൽ കൊല്ലപ്പെട്ട ഒരു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഇത്രയും കാലം നീണ്ടുനിന്ന യുദ്ധത്തിന് ഇപ്പോൾ പറയുന്നത് ഗാസയെ സമ്പൂർണ്ണമായി സൈനിക വിമുക്തമാക്കണമെന്നും ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നുമാണ്. ഇതാണ് ഇസ്രയേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധി. എന്തായാലും ഈജിപ്തിൽ നടന്ന അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പലസ്തീനുമായുള്ള ഐക്യദാർഢ്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഹമാസിന്റെ ആളുകളെ ഇതിൽ പങ്കെടുപ്പിച്ചിട്ടില്ല. പലസ്തീന് സ്വതന്ത്ര രാഷ്ട്രീയം എന്ന നിലയിലുള്ള അവകാശങ്ങൾ നൽകുന്നു. അതിൽ ആശയക്കുഴപ്പമുള്ളത് ഹമാസ് ഭരിക്കുമോ എന്നുള്ളത് മാത്രമാണ്. പക്ഷെ പലസ്തീന്റെ സ്വാതന്ത്ര്യം അങ്ങനെ തന്നെ വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഹമാസ് തൊടുത്തുവിട്ട ആശയമാണ് ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ പരാജയപ്പെട്ട ലോകരാജ്യശക്തികളെയാണ് നമ്മൾ കാണുന്നത്. കൂടാതെ ഗാസയിലെ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ട പരീക്ഷണം എപ്പോഴും സംശയത്തിലായിരുന്നു. ഇപ്പോൾ അത് ആരംഭിക്കാൻ ഉദ്ദേശിച്ച നിമിഷത്തിൽ തന്നെ നിലച്ചതായും റിപ്പോർട്ടുണ്ട്. ഈ തകർന്ന പ്രദേശത്ത് യുദ്ധം തിരിച്ചു വരുമെന്ന ആശങ്ക ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ഇത് പലസ്തീനികളുടെ അഗാധമായ കഷ്ടപ്പാടുകൾ വർദ്ധിപ്പിക്കുകയും ഹമാസ് തടവിൽ വെച്ചിരിക്കുന്ന ശേഷിക്കുന്ന ബന്ദികളുടെ ജീവന് ഭീഷണിയാകുകയും ചെയ്യുന്നതാണ്. ശനിയാഴ്ച കരാറിന്റെ ആദ്യഘട്ടം അവസാനിപ്പിച്ചതിനു ശേഷം ഇപ്പോൾ ഒരു പുതിയ കരാർ ഉണ്ടെന്ന് അമേരിക്കയുടെ പിന്തുണയുള്ള ഇസ്രയേൽ പറയുന്നുണ്ട്. ഹമാസ് ഈ പുതിയ പതിപ്പ് അംഗീകരിക്കുന്നതുവരെ ഗാസയ്ക്കുള്ള എല്ലാ മാനുഷിക സഹായങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ്. കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം സുപ്രധാന മാനുഷിക സഹായങ്ങളുമായി 600 ട്രക്കുകൾ ദിവസവും ഗാസയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്.
മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും മാനുഷിക നേതാക്കളിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഗാസ പുനർനിർമ്മാണം സംബന്ധിച്ച് നടന്ന അടിയന്തര അറബ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കെയ്റോയിലെത്തിയ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേഴ്സ് സഹായം ഉടനടി പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ശത്രുതയിലേക്ക് മടങ്ങുന്നത് തടയാൻ എല്ലാ കക്ഷികളും എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നായിരുന്നു അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നത്.